അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ മുഖത്ത് മുഴുവൻ ഈ മസൂരിക്കല പോലെ കുരുവിങ്ങനെ കുനുകുനാന്നിങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുകയാണ്. കാരണം കല്യാണം വരണില്ല. അപ്പോൾ ഒരു അമ്മ എങ്ങ് കോട്ടയം കിഴക്കുന്ന ഒറ്റയ്ക്ക് 5 മണി രാത്രിക്ക് അവിടെ നിന്ന് പോകുന്നു, വെളുപ്പിന് അങ്ങോട്ട് നിന്ന് പോന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തേച്ചും മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ്, അമ്മ നിൻ്റെ മുഖം സുന്ദരമായിട്ടുണ്ട്, എൻ്റെ മകളുടെ മുഖവും നിൻ്റെ മുഖം പോലെ ആയിരിക്കണം, അവൾക്ക് കല്യാണം നടക്കണില്ല എന്ന് പറഞ്ഞു. കാര്യം ഈ മുഖം ഇങ്ങനെ മോശമായിരിക്കണേ, കല്യാണം നടക്കണില്ല, കുറേ കുത്ത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കുക. ഈ കുരുവല്ല, ഇങ്ങനെ ഒരു തരം ഇങ്ങനെ പൊറ്റ പിടിച്ചിരിക്കണം, കുരു ഇങ്ങനെ ബലമുള്ള കുരുവാണ്, ഇങ്ങനെ എടുത്താൽ മാറ്റണില്ല. അപ്പോൾ അത് പോണില്ല. അപ്പോൾ അവൾ അത്രേ പറഞ്ഞോളൂ, അവിടംപടി തൈലം ഉപ്പും കൂടി ചേർത്ത് അതാ ഈ അമ്മ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ആ മകൾ അമ്മയുടെ കൂടെ ഇല്ല, ഡൽഹിയിലോ എവിടെയോ ആണ്, അകലെ എവിടെയോ ആണ്. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സംഭവം മൊത്തം പോയി. അത് നമ്മളിങ്ങനെ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. എനിക്കത് മനസ്സിലായത്, എന്തും പറയാവുന്ന ഒരവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. എന്തും പറയാവുന്ന, ഇപ്പോൾ ബ്ലീഡിങ് ആണെങ്കിൽ ഇപ്പോൾ 40 ദിവസമൊക്കെ നിൽക്കണ ബ്ലീഡിങ് അല്ലേ, സങ്കടം കൊണ്ട് ബസ്സിലിരുന്നേക്കാണ് പറയണത്. ആ സമയത്ത് അത് തീരും, എല്ലാം കേൾക്കും, എന്തും പറയാൻ. ദൈവത്തിൻ്റെ സ്നേഹം അമ്മയായി അങ്ങനെ നമ്മുടെ കൂടെ അങ്ങ് താമസിക്കുകയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ബൈ പേഴ്സൺ വന്ന് നമ്മളെ സ്പർശിക്കുകയും ചെയ്യും. മക്കളെ, ഇത്രയും അനുഗ്രഹത്തിൻ്റെ വലിയ കാലത്ത് നിങ്ങൾ വിശുദ്ധരായില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് എനിക്കൊരു സങ്കടം പോലെ പറയാനുള്ളത്. ഞാനും അച്ഛനായിട്ട് 32 കൊല്ലമായി. എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ 89 തുടങ്ങി കൗൺസിലിംഗ് ആണ്. ഇപ്പോൾ തുടങ്ങിയായിരുന്നില്ല. ഇത് രജിസ്ട്രേഷൻ തന്നെ 92-ലാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അക്കാലങ്ങളിലെല്ലാം കേരളം മുഴുവൻ ധ്യാനിപ്പിച്ച ആളാണ്. ഇടവക വികാരി ആയതുകൊണ്ട് പുറത്തധികം പോകാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ 107 ജവമാല ജീവിത ദർശന ധ്യാനങ്ങൾ 107 കണ്ണൂർ മുതൽ കുഞ്ഞിമംഗലം മുതൽ ഇവിടെ വിഴിഞ്ഞം വരെ നടത്തി, ഇടുക്കി വെള്ളിയാങ്കുടി വരെ നടത്തിയിട്ടുണ്ട്. 107 ഇടവകയിൽ നടത്തിയിട്ടുണ്ട്. ഉള്ള സമയത്താണ് ഇതൊക്കെ നടത്തിയിരിക്കണത്. ഉള്ള സമയത്ത് വികാരിയച്ഛനാണ്, ഉള്ള സമയത്ത് നടത്തും. കുറേ വഴക്കം അതിൻ്റെ പിന്നിൽ കേൾക്കുകയും ചെയ്യും. കുറേ സങ്കടം, ഇടവക്കാരും വഴക്കിടും. ചിലപ്പോൾ രൂപതയിൽ നിന്നൊക്കെ ചെറിയ ചെക്കുപിടുത്തമൊക്കെ വരും. പക്ഷെ നമുക്ക് ആരോടും അവരുടെ അവകാശങ്ങളും എൻ്റെ ഉത്തരവാദിത്വമാണ് ഇടവകയിലായിരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ദൈവത്തിനെ ഒപ്പിക്കണം, നാട്ടുകാരെ ഒപ്പിക്കണം, സഭയെ ഒപ്പിക്കണം, എങ്കിലും കുറേ ടെൻഷനും അടിക്കും, അങ്ങനെ കുറേ രോഗം പിടിക്കും. അപ്പം എങ്കിലും നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം എല്ലാം കാണും മക്കളെ. അതാണ് സത്യം. നമ്മൾ ആർക്ക് വേണ്ടിയും ത്യാഗം അനുഭവിക്കണ പോലെ അല്ല ദൈവത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കണത്. Why can't you suffer injustice? നിനക്ക് എന്തുകൊണ്ടാണ് അനീതി സഹിക്കാൻ പാടില്ലാത്തതെന്ന് മനുഷ്യനോട് ചോദിക്കേണ്ട ഒരേ ഒരു പുസ്തകമാണിത്. Why can't you suffer injustice? എന്തുകൊണ്ട് നിങ്ങൾക്ക് അനീതി സഹിക്കാൻ പാടില്ലെന്ന്. ചിലർ വെള്ളപിടിക്കാരെ ഭർത്താക്കന്മാർ വന്നിട്ട്, അച്ഛാ എൻ്റെ മകൾ അയാൾ കൊലവിളിക്കണച്ചാ. ഞാൻ പറഞ്ഞു, അവൾ നിങ്ങളോട് പരാതി പറഞ്ഞ? അവളൊന്നും പറഞ്ഞില്ല, അവളെല്ലാം സഹിക്കണം. ഞാൻ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അവളോട് പറ, കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കാൻ പറയാൻ പറഞ്ഞു. പിന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ല എന്ന് ആൾക്കാർ ചിലർ പറയും. കാര്യം കർത്താവിൻ്റെ സഹിക്കണമെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ സഹിച്ചവരെ കർത്താവിൻ്റെ കൂടെ നേടുവന്നല്ലേ, ചുമ്മാ അല്ലല്ലേ വെയിൽ കൊള്ളണത്. നമ്മൾ പാറ്റാപ്പിഴുക്കൊന്നും അല്ലല്ലോ, എള്ളം ഉണങ്ങണത് തന്നെയാണ്. കർത്താവിൻ്റെ വിശ്വാസി എന്ന് പറഞ്ഞാൽ എള്ളാണ്. അവന് എണ്ണ കിട്ടാൻ തന്നെയാണ് ഉണങ്ങണത്, കൃപ കിട്ടാൻ വേണ്ടിയാണ് ഉണങ്ങണത്. കർത്താവിൻ്റെ നാമത്തിൽ കൈ അടിച്ച് കർത്താവ് ാട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അപ്പോഴേ ഉടമ്പടി ബൈ പേഴ്സൺ. നിന്റെ ഭർത്താവ് മദ്യപാനി ആയാലും നിന്റെ അയൽവാസി ഇപ്പം മതിൽ കെട്ടിപ്പൊക്കിയെന്ന് പറഞ്ഞില്ലേ, 13 അടിയുള്ള മതിൽ കെട്ടിപ്പൊക്കിയെന്ന് ആ ഇടുക്കിക്കാരത്തിൽ സാക്ഷ്യം പറഞ്ഞില്ലേ, അവർക്ക് അവരെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണ്. അറിയാമോ നിങ്ങൾക്ക്? ആ സാക്ഷ്യം കേട്ടവർക്ക് മനസ്സിലാവും. അയൽവാസികൾ അവരെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ടു നടന്ന് വേട്ടയാടുകയാണ്. ഇത് വെള്ളരിക്കപ്പെടണമെന്നില്ല. നീ അമ്മയുടെ പേരിലാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. അമ്മക്കറിയാം നിന്നെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളത്. ആ സ്ഥലം മൊത്തം നിലവിലൊക്കെ ഉറ്റുപോയിട്ട് അവരെ അത് വിൽക്കാത്ത സ്ഥലമാണ്. വിൽക്കാത്ത സ്ഥലവും ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ജീവിക്കാത്ത സ്ഥലത്ത്, ജീവിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നെ എങ്ങനെ നയിക്കണമെന്ന് അമ്മയ്ക്കറിയാം. ഹല്ലേലൂയ. അപ്പോൾ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇത്രയും കാര്യം ഉറപ്പായ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യണം. എന്നാ ചെയ്യേണ്ടത്? ദൈവം ചില ആൾക്കാരുടെ കൂടെ വരത്തേയില്ല. ഉടമ്പടി ചെയ്താലും ചില ആൾക്കാരുടെ കൂടെ വരത്തില്ല. അതറിയണം നമ്മൾ. എന്നാൽ മാത്രമേ എങ്ങനെ വരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം ചില ആൾക്കാരുടെ കൂടെ വരത്തില്ല. നിങ്ങൾ ഉടമ്പടി ചെയ്താലും വരത്തില്ല. എന്തിനങ്ങനെ പറയണം? നിങ്ങളെ നിരാശപ്പെടുത്താൻ പറഞ്ഞാൽ ഇല്ല. എന്തിനാണ്? പിന്നെ എന്ത് വകുപ്പിൽ ദൈവത്തെ വരുത്താൻ പറ്റും? ദൈവം എന്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്തിട്ടും നമ്മുടെ കൂടെ വരാത്തത്? 33:3 പുറപ്പാട് 33:3. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. എന്താ കാര്യം? വന്നാൽ നിങ്ങളുടെ ദുശാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളെ നശിപ്പിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. എന്താ വരാത്തത്? ദുശാഠ്യം ഉണ്ടെങ്കിൽ വരത്തില്ല. ഉടമ്പടി ചെയ്താലും ദുശാഠ്യം നിലനിൽക്കണമെങ്കിൽ വരത്തില്ല. ദുശാഠ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ താല്പര്യങ്ങളാണ് ദുശാഠ്യം. ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ ശാഠ്യങ്ങൾ. ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന് നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. ഓരോ കാര്യങ്ങളില്ല, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അത് ദൈവത്തിന് നിരക്കുന്നതാണോ? എന്താ അങ്ങനെ പറയാൻ കാര്യം അറിയാവോ? 5 സെൻറ്റ് സ്ഥലം മേടിക്കാൻ വേണ്ടി നീ ഉടമ്പടി വെച്ചു. 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി നീ ഉടമ്പടി വെച്ചു. അമ്മ നിനക്ക് ഉടമ്പടി തന്നു. ഉടമ്പടി ആ സ്ഥലം മേടിക്കാൻ തന്നു. അപ്പോഴൊരു മണ്ണുകാരൻ വന്ന് ചോദിച്ചു, ഭയങ്കര മണ്ണാണല്ല നിങ്ങളുടെ പറമ്പ്, ഇത്തിരി ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഈ മണ്ണ് എൻ്റെ ഇത് വിറ്റ JCB നിർത്തി ഈ മണ്ണ് വിൽക്കുകയാണെങ്കിൽ അത് കോരി വണ്ടിയിലിട്ട് ടിപ്പറിൽ കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വീട് വെക്കാനുള്ള കാശ് കിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ തേക്കാട് സൈഡിലൊക്കെ മണ്ണിന് ഭയങ്കര വിലയാണ്. പള്ളിക്ക് തന്നെ കുറേ വാടക കിടക്കുന്ന മണ്ണുണ്ട്, കൊടുക്കാതില്ല ഇപ്പോഴൊന്നും. പള്ളിക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുക്കണില്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ JCBക്കാരന് മണ്ണ് നമ്മുടെ പറമ്പ് വിൽക്കണേന് വല്ല അനുവാദം വേണം? പോലീസിൻ്റെ അനുവാദം വേണം, ജിയോളജിയുടെ അനുവാദം വേണം? അതല്ല, നമ്മുടെ ഒരു മുതൽ വിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും കൺസെൻ്റ് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ മുതൽ നമുക്ക് വിൽക്കാമല്ലോ, ഇല്ലേ? പക്ഷെ നമ്മൾ വിൽക്കണത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ 5 സെൻറ്റാണ് വിൽക്കണത്. അതിന് മണ്ണ് തുരന്ന് നമ്മളൊരു 10-30 ടിപ്പറെ കയറ്റി വിടുകയാണ്. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? അടുത്തുള്ള വീട്ടുകാരൻ്റെ നമ്മൾ കുഴിയെടുത്തില്ലേ,
കുഴിയെടുത്തപ്പോഴുണ്ട് അടുത്തുള്ള വീട്ടുകാരൻ്റെ സ്ഥലം പൊങ്ങിയത് നമ്മുടെ താന്നമായില്ലേ. അപ്പോൾ ആ മണ്ണെല്ലാം ഇങ്ങോട്ട് ഇടിഞ്ഞ് നിൽക്കുകയും ചെയ്യും, അവൻ്റെ വീടിന് പൊട്ടൽ വീഴുകയും ചെയ്യും. അപ്പോൾ ദുഷ്ടബുദ്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ഒരു 10 ലോഡ് മണ്ണ് അവിടെ ഇട്ടിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്താ കാര്യം? 10 ലോഡ് എടുത്ത് മാറ്റിയാൽ മറ്റേ വീട് ചെരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില പിശുക്കന്മാർ 10 ലോഡ് മണ്ണ് പോയിട്ട് 10 കൊട്ട കൊടുക്കത്തില്ല. ഏത് ഉടമ്പടി എടുത്താലും അവിടെയാണ് പിടുത്തം വീഴുന്നത്. ഏത് ഉടമ്പടി എടുത്താലും ശരി, 10 ലോഡ് മണ്ണ് പോയിട്ട്, ഞാൻ എൻ്റെ പറമ്പില്ല, നിയമപരമായിട്ട് കുഴപ്പമില്ല, നിയമമല്ലല്ല പ്രശ്നം, നിയമത്തെക്കാൾ വലുതാണ് സ്നേഹമെന്ന് പറയണത്. എൻ്റെ പേര് ടെൽമി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ആലയത്തിൽ വരുവാനും ഇവിടെ നിൽക്കുവാനും എന്നെ അനുവദിച്ചതിന് കോടാനുകോടി നന്ദി. ഞാൻ UK നിന്നാണ് വരുന്നത്. ഞാൻ 16 വർഷമായിട്ട് UK യിലാണ്. 13 വർഷമായിട്ടും സ്വന്തമായിട്ട് ഒരു ഭവനം വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിന് പല തടസ്സങ്ങളുണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഭയമാണ്. തന്നെ താമസിക്കുവാനും ഇരുട്ടും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ഞാനപ്പോൾ ഓൺലൈനിൽ 2023 ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത്, എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അതെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ റിയലൈസ് ചെയ്ത് എന്നിലുള്ള കുറവുകൾ എന്താണെന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് മാതാവിന് കൊടുത്തു. അതിനുശേഷം പിന്നെ എനിക്ക് പിറ്റേ ദിവസം മുതൽ എൻ്റെ കൂടെ ആരോ ഉള്ളതുപോലെ എനിക്കെല്ലായ്പ്പോഴും തോന്നുക. ഞാൻ എൻ്റെ അപ്പുറത്തെ റൂമിലേക്ക് പോകാനോ ലൈറ്റ് ഓൺ ചെയ്യാതെ എനിക്ക് മറ്റു റൂമുകളിലേക്ക് പോകാനൊന്നും ഡാർക്കായാലും സാധിക്കില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതൊന്നുമില്ലാതെ എനിക്ക് തന്നെ നടക്കുവാൻ, തന്നെ ഭയങ്കര ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും എനിക്ക് സാധിച്ചു. അതിനുശേഷം ഞാൻ മാതാവിനോട് 2-3 ഡിമാൻഡ് വെച്ചിരുന്നു. എനിക്കൊരു നല്ലൊരു 3 ബെഡ്റൂമുള്ള വീട് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് വേണം. അതിന് ഒരു റേറ്റും ഞാൻ പറഞ്ഞിരുന്നു. മന്ത്ലി മോർഗേജും ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ 2-3 വീടുകൾ കണ്ടു, എങ്കിലും ഞങ്ങൾക്കത് താല്പര്യമായില്ല. അതിനുശേഷം ഒരു വീട് കാണുകയും അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടിയിലെ ഉപ്പ് ഞാൻ കൊണ്ടുപോയിരുന്നു. ഞാനത് ആ വീടിന് ചുറ്റും വീടിൻ്റെ അകത്തും എല്ലായിടത്തും ഇടുകയും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ആ വീട് ഇഷ്ടമായി. ഞങ്ങൾ മോർഗേജ് ഏജൻസിയോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി, ഞങ്ങൾ തയ്യാറാണ് ഇതിനെന്ന് പറഞ്ഞു. അപ്പം അവർ ഞങ്ങൾക്കൊരു മോർഗേജ് ബ്രോക്കറെ റെഡിയാക്കി തന്നു. അതിന് വേണ്ട കാര്യങ്ങളും തുകയും എല്ലാം ഞാൻ മാതാവിനോട് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ആദ്യം അയാൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നു. അതിൻ്റെ പ്രോസസ്സ് സാധാരണ ഒരു 3 മാസം കൊണ്ട് നടക്കുന്നത് 5 മാസം കൊണ്ടാണ് കഴിഞ്ഞത്. ഈ 5 മാസത്തിനുള്ളിൽ എനിക്ക് മെറ്റേണിറ്റി ലീവിലായതുകൊണ്ട് എനിക്ക് കാണിക്കേണ്ട സാലറി സ്ലിപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കുറേ പേപ്പർ വർക്കുകളും അതിനുള്ള കുറേ തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ അഖണ്ഡ ജപമാല 2023 നടക്കുമ്പം ഞാൻ വീട്ടിലിരുന്ന് കൊന്ത ചൊല്ലി ഞാൻ എൻ്റെ വീടിന് വേണ്ട തടസ്സങ്ങളൊക്കെ മാതാവിനോട് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞില്ല, അപ്പോഴേക്കും എൻ്റെ പേപ്പർ വർക്കിന് വേണ്ട ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിൻ്റെ ഫോമുകൾ ആപ്ലിക്കേഷൻ ഫോമുകളിന് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുക. അത് 1, 2, 3 ആഴ്ചയ്ക്ക് 3 മാസങ്ങൾ നടന്നിട്ട് പോലും നടക്കാത്ത കാര്യം അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു. ഞാനപ്പം എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഇത് അമ്മ മാതാവാ ചെയ്തതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു തീർന്നില്ല, എൻ്റെ മുറിയിൽ ഭയങ്കരമായ സുഗന്ധം വന്നു. അത്രയും നേരം ആ റൂമിൽ ആ സുഗന്ധം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മോർഗേജ് ഞാൻ മാതാവിനോട് പറഞ്ഞൊരു റേറ്റ് ഉണ്ടായിരുന്നു, ഒരു മന്ത്ലി അടയ്ക്കേണ്ട ലോണിൻ്റെ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ടിലും കൂടുതലായിട്ടാണ് ആദ്യമേ വന്നത്. അപ്പോൾ ഞാനിവിടെ ധ്യാനത്തിൽ അച്ഛൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഡിലേ ആവണത് നല്ലതിനാ, മാതാവിന് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന്. അപ്പം ഇത് റെഡി ആവാറായി കഴിഞ്ഞപ്പം എൻ്റെ മോർഗേജിൻ്റെ ഓഫർ എക്സ്പയർ ആയിപ്പോയി. അയാൾ പറഞ്ഞു, അതിൻ്റെ മോർഗേജ് ബ്രോക്കർ പറഞ്ഞു, നമുക്കൊന്നും കൂടി നോക്കാം, എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്, ഇതും കൂടി ഒന്ന് ചെയ്താൽ മതി, നമുക്കൊന്നും കൂടി ആപ്ലിക്കേഷൻ ഫോം വിടാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നത്
അതിൻ്റെ എല്ലാം സാങ്ഷനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരുന്ന സമയത്താണ് ഞാൻ ആദ്യമേ അപ്ലൈ ചെയ്തത്. രണ്ടാമത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ മാതാവിനോട് എത്ര തുകയാണോ പറഞ്ഞിരുന്നത് അതേ തുകയ്ക്ക് എനിക്ക് എല്ലാ ലോണും എല്ലാ മോർഗേജും എല്ലാ കാര്യങ്ങളും സാങ്ഷനായി. എൻ്റെ വീട് എനിക്ക് മാതാവ് ഞാൻ ചോദിച്ച രീതിയിലുള്ള ഒരു നല്ല വീട് എനിക്ക് മാതാവ് തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതിന് വേണ്ടി ഒരു ടോയ്ലറ്റിൻ്റെ റിനോവേഷന് വേണ്ടി കുറേ സാധനങ്ങൾ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ട വർക്കേഴ്സിനെ ഞാൻ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഓൺലൈനിൽ വരേണ്ട സാധനങ്ങൾ വന്നില്ല. അത് വൈകുന്നേരം 6:45 വരുമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വരാതെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഏജൻസിനെ പിറ്റേ ദിവസം വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് വരാത്ത, വർക്കേഴ്സ് എല്ലാം വന്നു. അപ്പോൾ അവർ പറഞ്ഞു അന്ന് വൈകിട്ടേ വരുള്ളൂ, ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ ഓൾറെഡി ഡെലിവറി ചെയ്യുന്ന സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് വൈകിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ ഈ വർക്കേഴ്സ് എല്ലാവരും വഴക്ക് പറയാൻ തുടങ്ങി. ഞാനപ്പം അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലെ പ്രാർത്ഥന ജസ്റ്റ് ഓൺ ചെയ്തതും എൻ്റെ വീടിൻ്റെ കോളിംഗ് ബെല്ലടിക്കലും ഒരുമിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയി ഡോറ് തുറന്ന് നോക്കിയപ്പം 3 മണിക്കൂർ എൻ്റെ വീട്ടിൽ നിന്ന് ലണ്ടൻ്റെ അപ്പുറത്തേക്ക് ട്രാവലുണ്ട്. അവിടെ കിടക്കുന്ന ഞാൻ കോണ്ടാക്ട് ചെയ്ത ഏജൻസിക്കാർ ആ സാധനങ്ങളും കൊണ്ട് എന്തൊക്കെയാണോ ഞാൻ ഓർഡർ ചെയ്തത് അതെല്ലാം കൊണ്ട് എൻ്റെ വീടിൻ്റെ വാതൊക്കെ വന്ന് നിൽക്കുക. അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹവും ഒരു മിറാക്കിളും അല്ലാതെ ഒന്നുമല്ല. ആ വർക്കേഴ്സ് വരെ ദൈവത്തിന് നന്ദി പറയുമായിരുന്നു ചെയ്തത്. അവർ മലയാളികളല്ല, അവർ യൂറോപ്യൻസാണ്. അവർ പറഞ്ഞു ഇതെന്തോ മിറാക്കിളാണ്, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ രൂപം കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ ചെയ്തത് ഇത്ര മാത്രമാണ്, ഞാൻ പ്രാർത്ഥിക്കുക ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് രണ്ടാമതായിട്ട് ഞാൻ വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മെറ്റേണിറ്റി ലീവിൽ 1 വർഷം ഇരുന്നപ്പം അച്ഛൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിൽ എഴുതിയിടണമെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് കയറുമ്പോൾ എനിക്ക് പ്രൊമോഷനോടുകൂടി കയറണം. അത് ഇമ്പോസിബിളാണെന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം 1 ഇയറാണ് എനിക്ക് മെറ്റേണിറ്റി ലീവ് ലക്കിലി കിട്ടിയത്. ഞാൻ തിരിച്ചു കയറുമ്പോൾ എവിടെ നിന്നോ ഒരു വേക്കൻസി, അത്രയും നാളില്ലാത്തൊരു വേക്കൻസി വരികയും ഞാൻ ആ കൃപാസനത്തിൽ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി. കൃപാസനത്തിൽ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ട റൂമിൽ അവിടെ ഇടുകയും ഞാൻ എൻ്റെ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും നന്നായി പെർഫോം ചെയ്യാൻ എനിക്ക് സാധിക്കുകയും 1 വർഷം ഒരു ടച്ചും ഇല്ലാതിരുന്ന കാര്യങ്ങൾ അമ്മ മാതാവ് എന്നിലൂടെ സംസാരിക്കുകയും എനിക്ക് ആ ജോലി അമ്മ പെർമനൻ്റായിട്ട് തരികയും ചെയ്തു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അതുപോലെ എനിക്ക് 2 ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കഴിഞ്ഞ വർഷമാണ് ഞാൻ ശരിക്കും ഉടമ്പടി എടുത്തത്, തീർത്ഥാടന ഉടമ്പടിക്ക് എടുക്കാൻ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോണതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ വേറെ കാറ് വന്നിടിച്ചു. ഈ വർഷവും അതുപോലെ വന്നിടിച്ചു. എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, അവന് 2 വയസ്സേ ഉള്ളൂ ഈ വർഷം. കഴിഞ്ഞ വർഷം ഞാൻ വരുമ്പോൾ 1 വയസ്സുണ്ടായിരുന്ന കൊച്ച് ആ വണ്ടി ഇടിച്ചിട്ട് താഴെ തെറിച്ചു പോയി. എൻ്റെ കയ്യിൽ എൻ്റെ കൃപാസനത്തിലെ ലോക്കറ്റ് ഉണ്ടായിരുന്നു മാതാവിൻ്റെ, ആ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏറ്റില്ല. ആ വണ്ടിക്ക് എന്തൊക്കെയോ ഡാമേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുത്തെ പത്രം, കൃപാസനത്തിലെ പത്രം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും യൂറോപ്യൻസും ഇംഗ്ലീഷുകാർക്കും ഫിലിപ്പീനോസിനും എല്ലാവർക്കും എനിക്ക് കിട്ടിയേക്കുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കും. അവർ കുറേ പേര് ബൈബിൾ വായിക്കാനും, ഇംഗ്ലീഷുകാർ വരെ, നമുക്കറിയാം ഇംഗ്ലീഷുകാർ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക, പക്ഷേ ഇംഗ്ലീഷുകാർ ഞാൻ കൊടുത്ത പാത്രവും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കേട്ടിട്ട് അവർ പത്രം വായിക്കുകയും ബൈബിൾ വായിക്കാനും തുടങ്ങി. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ ഫിനാൻഷ്യലായിട്ട് സഹായിക്കുകയും പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇവിടുത്തെ ധ്യാനം ഞാൻ ഓൺലൈനായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും പറ്റുന്ന ചൊവ്വാഴ്ചകളിലും ഞാൻ കാണുകയും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ ഞാൻ കാണുകയും ചെയ്യാറുണ്ട്. എൻ്റെ കുഞ്ഞിന് ഇവിടുത്തെ തൈലം പുരട്ടി അവന് തക്കാളിപ്പനി വന്നായിരുന്നു. അവന് ഭയങ്കരമായിട്ട് പനിയും അവൻ്റെ മേത്ത് ഭയങ്കര റാഷസും ഇങ്ങനെ ഇതൊക്കെ വന്നിട്ട് മാറണുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇവിടുത്തെ തൈലം തേച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അവൻ്റെ പനി അവനെ വിട്ടുമാറി, ആ റാഷസ് പോവുകയും ചെയ്തു.
അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിനും ICUലായിരുന്ന കുഞ്ഞിന് ഈ തൈലം ഞാൻ കൊടുത്ത് ആ കുഞ്ഞ് റിക്കവർ ആവണുണ്ടായിരുന്നില്ല 21 ദിവസമായിട്ടും. ആ കുഞ്ഞിന് റിക്കവർ ആവാനായിട്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 21 ദിവസം യൂറിൻ പാസ് ചെയ്യാതിരുന്ന കുഞ്ഞ് അമ്മ മാതാവിൻ്റെ കൃപാസനത്തിൽ തൈലം വഴി ആ കുഞ്ഞ് റിക്കവറായി യൂറിൻ പാസ് ചെയ്ത് എല്ലാ തരത്തിലും പൂർണ്ണമായി റിക്കവറായി വന്നു. ഇതെല്ലാം ചൊരിഞ്ഞത് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവനും ഉടമ്പടിയിലായിരിക്കണമെന്നും ഞാനും എൻ്റെ ഭവനവും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ആകണമെന്നും ഞാൻ ആഗ്രഹിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് മെറിൻ തോമസ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 ജൂലൈ 27 ഉടമ്പടി എടുത്തത്. എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് നന്ദി പറയാനാണ് ഞാൻ ഈ അൽത്താരയിൽ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലം മേടിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമായി വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. 10 ദിവസത്തിനകം ഞങ്ങൾ ഒരു സ്ഥലത്തിന് എഗ്രിമെൻ്റ് വെച്ച് 5 സെൻറ്റ് സ്ഥലം എന്ന് ആഗ്രഹിച്ച ഞാൻ 6 സെൻറ്റ് സ്ഥലത്തിനാണ് ഞങ്ങൾ എഗ്രിമെൻ്റ് വെച്ചത്. ലോൺ എടുത്ത് സ്ഥലം മേടിക്കാം എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ എഗ്രിമെൻ്റ് വെച്ചത്. 6 മാസത്തേക്കായിരുന്നു. 5 മാസത്തോളം ആയിട്ടും ഞങ്ങൾക്ക് ലോൺ റെഡിയായില്ല. എൻ്റെ ഹസ്ബൻഡ് പോലീസിലാണ്. അപ്പോൾ എറണാകുളം സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ആലപ്പുഴ സൊസൈറ്റിയിൽ ഒരു 8-9 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് അടക്കണമായിരുന്നു. അത് അടക്കാൻ ഒരു നിർവാഹവും ഇല്ല, പൈസ ഞങ്ങൾക്കില്ല. ഞങ്ങൾ പലരിടത്തും ചോദിച്ചുവെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് അത് ശരിയാക്കാൻ പറ്റിയില്ല. നമുക്ക് ഒത്തിരി വിഷമിച്ച്. അങ്ങനെ ഇരിക്കെ 5 മാസം ആയപ്പോൾ ഞങ്ങൾ 3 മാസത്തേക്കും കൂടെ എഗ്രിമെൻ്റ് നീട്ടി. അങ്ങനെ കുറച്ച് എമൗണ്ടും കൂടെ പേ ചെയ്ത് 3 മാസത്തേക്കും കൂടെ കിട്ടി. അങ്ങനെ ഇരിക്കെ ഇത് അടച്ചാലല്ലേ പൈസ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആദ്യം എഗ്രിമെൻ്റ് ചെയ്ത പൈസയും രണ്ടാമത് എഗ്രിമെൻ്റ് ചെയ്ത പൈസയും നഷ്ടമാവും. ആകെ സങ്കടമായി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞായറാഴ്ച ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ തോന്നി, അച്ഛനെ വന്ന് കണ്ടാൽ അത് ശരിയാവും, അച്ഛനെ വന്നൊന്ന് കാണുന്നു. ഞാൻ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ തന്നെ വന്ന് അച്ഛനെ കണ്ട് എഗ്രിമെൻ്റ് പേപ്പറൊക്കെ കാണിച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ കാശുരൂപം തന്നു. കാശുരൂപം സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കാശുരൂപം സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ച് അമ്മയുടെ ഉടമസ്ഥതയിൽ ആക്കാൻ പറഞ്ഞിരുന്നു സ്ഥലം. അങ്ങനെ ഉടമസ്ഥതയിൽ സ്ഥാപിച്ച് ഉപ്പ് വിതറി ആ സ്ഥലം മുഴുവനും ഞങ്ങൾ ചുറ്റും നടന്ന് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം ഇട്ട് അതുകൂടാതെ ഉപ്പും വിതറി. ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഒരു 8 മണി, രാത്രി 8 മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഈ ദേവാലയത്തിൽ വരും. ഞങ്ങൾ വന്ന് കൈ വിരിച്ച് പിടിച്ച് കൊന്തേലി പ്രാർത്ഥിക്കും. അമ്മ മാതാവേ, ഞങ്ങൾക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ദിവസം 17 ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് ലോൺ പാസ്സായി. 27-ാം ദിവസം ഞങ്ങൾ ആ സ്ഥലത്തിന് പ്രമാണം ചെയ്യുകയും ചെയ്ത്. അടുത്തതായി പറയുന്നത് എൻ്റെ മോൻ്റെ കാര്യമാണ്. ഇവന് ഒരു വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സായപ്പം ചെറുതായിട്ട് വിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മൂത്ത കുട്ടിയുടെ പേര് ഇവ എന്നാണ്. ആ 2 വാക്ക് പോലും പറയാൻ ഇവൻ ഒത്തിരി വിഷമിച്ച്. ഇവ എന്ന വാക്കിന് ആ ഒരക്ഷരം ഈ എന്നൊരക്ഷരം പറയാൻ പോലും ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കാണുമ്പം ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമവും സങ്കടവും ഒക്കെ വന്നു. ഉടമ്പടിയിൽ ഞങ്ങൾ ആ വിഷയം നിയോഗമായി വെച്ചിരുന്നു. 1-ാമത്തെ പുതുക്കലിന് ശേഷം മാതാവിൻ്റെ തൈലം ഞങ്ങൾ കുരിശ് വരച്ച് വൈകിട്ട് പ്രാർത്ഥന കഴിയുമ്പം ഇവൻ്റെ നാക്കിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 1-ാമത്തെ പുതുക്കലിന് ശേഷം അവൻ നന്നായി സംസാരിക്കുവാൻ തുടങ്ങി. അവൻ ഇതുവരെ പിന്നീട് എൻ്റെ ചെവിയിൽ ആ വിക്കുന്ന ഒരക്ഷരം അവൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല.
കൂടാതെ അവൻ്റെ കാലിൽ പത്തിയുടെ സൈഡിലായിട്ട് ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം അത് ഓപ്പറേഷൻ ചെയ്യണം, അത് ഇച്ചിരി കൂടെ അവൻ ഒരു 4-5 വയസ്സാകട്ടെ അപ്പം ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങൾ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ മുഴ എന്നേക്കുമായി മറഞ്ഞുപോയി. മാതാവ് അത് എടുത്തു കളഞ്ഞ് ആ മകൻ്റെ. കൂടാതെ അവന് നന്നായിട്ട് നടക്കുവാനും ഒക്കെ സാധിച്ചു. ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്, എന്നാലും ജോലിക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവനായി കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഇംഗ്ലീഷും മലയാളവും പഠിക്കാൻ പോയി. ഇംഗ്ലീഷിന് നല്ല സ്പീഡ് ഉണ്ടായിരുന്നെങ്കിലും മലയാളം എനിക്ക് ഒത്തിരി പാടായിരുന്നു. അപ്പോൾ എക്സാം ഹാളിൽ ചെന്നപ്പം സമയം കഴിഞ്ഞ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് മറച്ച് വെച്ചപ്പോൾ ഞാൻ തിരിച്ചെടുത്ത് പിന്നെ അടിച്ചപ്പം ഇങ്ങനെ അടിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് എൻ്റെ പേപ്പർ അതിൻ്റെ നിന്ന് ഊരിയെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ച്. പക്ഷേ അതിനു മുമ്പ് ഞാൻ അച്ഛനെ വന്ന് ഇവിടെ ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന് കണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു. ആ കാശുരൂപം കൊന്തയിലിട്ടുകൊണ്ടായിരുന്നു ഞാൻ എക്സാമിൽ ചെന്നിരുന്നത്. കൂടാതെ ഉപ്പ് ഞാൻ ആരും അറിയാതെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സൈഡിലോട്ടൊക്കെ വിതറിയിട്ടായിരുന്നു എക്സാമിനിരുന്നത്. അതെനിക്ക് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് നല്ലതോടെ പാസ്സാകാൻ സാധിച്ചു. കൂടാതെ എനിക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അതില്ലാത്ത മനുഷ്യർ ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏത് ചെറിയൊരു 1 രൂപയുടെ പോലും ബാധ്യതകൾ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ തലക്കുമിത ഉണ്ടാവും. എന്നാൽ അതെല്ലാം സഹിക്കാനുള്ളൊരു ശക്തി വേണം. അത് എൻ്റെ മാതാവ് എനിക്ക് നല്ല രീതിയിൽ തന്ന്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും അത് നടന്നുകൊള്ളും എന്നുള്ളൊരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ മാതാവാണത്. കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാനും ഹസ്ബൻഡും കൂടെ വീട്ടിൽ ഊണുണ്ടാക്കി എല്ലാവർക്കും എന്ന് പറഞ്ഞ് ഒരു 2 മണി കഴിയുമ്പോൾ ഞങ്ങളത് പൊതിഞ്ഞ് ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ 2 വീലറിൽ പോയി എവിടെയെങ്കിലും 1 മണി 2 മണിയൊക്കെ കഴിയുമ്പോഴല്ലേ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് ചെന്ന് ചോദിച്ച് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച് എന്നിട്ട് അവർക്ക് ആ ഭക്ഷണം കൊടുക്കുക. അവർ കഴിച്ച് തീരുന്നതോളം ഞങ്ങൾ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും. അങ്ങനെ പോരും. പിന്നെ പത്രം എല്ലാ മാസം ഞാൻ 1-ാം തീയതി വന്ന് പത്രം മേടിക്കും. പത്രം മേടിച്ച് ഞാനും എൻ്റെ മക്കളും കൂടെ എല്ലാ വീടുകളിൽ കൊണ്ടേ കൊടുക്കും. എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കും. പിന്നെ ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും, എൻ്റെ അടുക്ക് ഒത്തിരി പൈസയൊന്നുമില്ല, എന്നാലും എന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.